ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ദിസ് ഈസ് മീ വിത്ത് മല്ലു എപ്പിസോഡ്. നറൂട്ടോയും അതുപോലെ തന്നെ സാസുകയും ഒന്നിച്ച് അപകടത്തിൽപ്പെടുന്ന ഒരു അഡാർ എപ്പിസോഡ്. ഹക്കുവിന്റെ ഈ ഒരു വലിയ ട്രാപ്പിൽ നിന്ന് അവര് രക്ഷപ്പെട്ടോ ഇല്ലയോ എന്ന് പറയുന്ന ഒരു അഡാർ എപ്പിസോഡാണ് ഇന്നത്തേത്. അപ്പൊ നറൂട്ടോ കുട്ടപ്പന്റെയും ഫ്രണ്ട്സിന്റെയും കഥ കേൾക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാരും ഓടിവായോ, നമുക്ക് വേഗം തന്നെ കഥയിൽ കടന്നെല്ലാം. എപ്പിസോഡിന്റെ തുടക്കത്തില് നറൂട്ടോ കുട്ടപ്പന്റെ അജാതി തള്ളുവായിട്ടാണ് തുടങ്ങുക. നിങ്ങൾ വലിയ വലിയ ബുക്കുകളായിട്ടുള്ള ബാലരമ, കളിക്കുടുക്ക എന്നിവയിലൊക്കെ വായിച്ചിട്ടില്ലേ? കറക്റ്റ് സമയമാകുമ്പോ ഹീറോ വന്ന് രക്ഷപ്പെടുത്തുന്ന കഥ. അങ്ങനെ ഒരു മെയിൻ ഹീറോ ആണ് ഞാൻ. ഹിന്ദി, തമിഴ്, കന്നഡ ഇവയിലൊന്നും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്തത് എനിമി എന്നുള്ള വേർഡാണ്. അങ്ങനെ ഒരു എനിമിയാണ് നീ ഇപ്പോ എന്റെ മുൻപില്. വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് നമ്മുടെ നറൂട്ടോ അലറുമ്പോ സബൂസയുടെ യു അഗൈൻ, വീണ്ടും നീയോ, ഈ കൊട്ടടക്കയുടെ കാര്യം ഞാൻ ഏറ്റവും പറഞ്ഞ് അവന് നേരെ തിരിയാൻ ഒരുങ്ങും. ഏതിലും ഭേദം ആ സൂചി കൊണ്ട് മരിച്ചു വീഴുന്നതാണെന്ന് തലയ്ക്ക് കൈവച്ച് പറയാണ് പാവം നമ്മുടെ സാസുക. ആകാശും നമ്മുടെ പൊടിക്കുപ്പിയുടെ അസാധ്യ പെർഫോമൻസ് കണ്ട് ഒന്ന് എളിഞ്ഞു പോവും. ഈ മന്ദപ്പൻ അറിയില്ലല്ലോ ഹക്കു തന്നെയാണ് കാട്ടില് മയങ്ങിക്കിടന്ന നമ്മുടെ നറൂട്ടോ കുട്ടപ്പന്റെ അടുത്ത് വന്ന് വർത്താനം പറഞ്ഞതെന്ന്. എനിക്ക് ഒരുപാട് ട്രെയിനിങ് എടുക്കണം, വലിയൊരു നിഞ്ചയെ മാറണം എന്നൊക്കെ പറഞ്ഞ് വെച്ച് തള്ളിയ സമയത്ത് നറൂട്ടോയെ ഇവൻ അറിയായിരുന്നു. പക്ഷെ നറൂട്ടോയ്ക്ക് മാത്രം ഇവൻ ആരാണെന്ന് അറിയില്ലായിരുന്നു. എന്നാ പിടിച്ചോ, കാണിച്ചു തരാന്ന് പറഞ്ഞ് നറൂട്ടോ ക്ലൗൺ ജിപ്സ് യൂസ് ചെയ്യുമ്പോ സബൂസ ആവട്ടെ നാനാപുറം നിഞ്ച ബ്ലേഡ് എടുത്ത് അവന്റെ നെഞ്ചത്തേക്ക് തന്നെ വലിച്ചെറിയും. നമ്മുടെ ചെക്കൻ ആകെ അപ്സെറ്റ് ആയിട്ട് ഷോക്കായിട്ട് നിൽക്കുമ്പോ കറക്റ്റ് സമയത്ത് ഹക്കു ആവട്ടെ അവന്റെ കയ്യിലുള്ള ഒരു ഡസൻ സൂചി എടുത്ത് ആ ബ്ലേഡുകളെ ഇടിച്ചു മാറ്റും. വാട്ട്? ഹക്കു ഇതെന്തിനു ചെയ്തു എന്നറിയാതെ എല്ലാവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കുമ്പോ ആസന വിചാരിക്കുക അവര് രണ്ടുപേരും ഏറ്റുമുട്ടിയിട്ട് രണ്ടുപേരും രണ്ട് ധ്രുവത്തിലേക്ക് തെറിച്ചു വീണതാണെന്നാണ്. കാക്കാഷിക്ക് ദേഷ്യം വന്ന് നീ എന്തെങ്കിലും ഒരു ജിത്സു ചെയ്യുന്നതിന് മുൻപായിട്ട് നിനക്ക് ഓപ്പോസിറ്റ് ഉള്ളവരെ കൃത്യമായിട്ട് നോക്കണം. കാരണം അവരെന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ആദ്യം മനസ്സിലാക്കി നീ അവരെ ഡിഫെൻഡ് ചെയ്യണമെന്ന് കാക്കാഷി പറയും. ഇനി നീ ഓരോന്ന് ചെയ്യുന്നതിന് മുൻപായിട്ട് വിളിച്ചു കൂവാണെങ്കിൽ മിക്കവാറും നീ മാത്രല്ല ഞങ്ങൾ എല്ലാവരും ചത്തു പണ്ടാരടങ്ങുമെന്ന് കാക്കാഷി വീണ്ടും വീണ്ടും അവനെ വഴക്കു പറയും. വലിയ ഇംപ്രഷൻ ഉണ്ടാക്കാൻ നോക്കി ലാസ്റ്റ് കംപ്രഷറിലായ നമ്മുടെ ചെക്കനിപ്പോ കൈ ചെവിയിൽ പൊത്തിപ്പിടിച്ച അലറിക്കരയും. പക്ഷെ സബൂസിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തത് എന്തിനാണ് ഹക്കു അവന്റെ നീഡിൽ ഉപയോഗിച്ചുകൊണ്ട് കുട്ടപ്പനെ രക്ഷിച്ചതെന്നാണ്. അവനുമായിട്ട് എനിക്ക് ഫൈറ്റ് ചെയ്യണം. എന്നെ ഇല്ലാതാക്കാനും തോൽപ്പിക്കാനും ശ്രമിച്ച അവനെ എന്റെ കൈകൊണ്ട് എനിക്ക് തന്നെ ഇല്ലാതാക്കണമെന്ന് ഹക്കു പറഞ്ഞ് നാവ് വായിലിടുമ്പോഴേക്കും നമ്മുടെ ചെക്കൻ ഫൈറ്റ് ചെയ്യാൻ 2 വട്ടം റെഡി. നീ പഴയ പോലെ വെറുതെ കണ്ട അനുകമ്പ സ്നേഹം ഇതൊന്നും എടുക്കാൻ നിൽക്കണ്ടെന്ന് പറയുമ്പോ ഹക്കു ആവട്ടെ കരുണയ്ക്കല്ല, ഞാൻ ഫൈറ്റ് ചെയ്യാനാണ് പോകുന്നത്, എന്നോട് ദയവായി ക്ഷമിക്കുമെന്ന് പറഞ്ഞ് ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യും. സാസുകയ്ക്ക് ഇപ്പോഴും അവന്റെ കൺഫ്യൂഷൻ മാറിയിട്ടേ ഇല്ല. ഹക്കു എപ്പോ ഫൈറ്റ് ഉണ്ടായാലും അതിന്റെ ഇടയിൽ വന്ന് ഇന്റർഫിയർ ചെയ്ത് ആരെങ്കിലും ഒക്കെ രക്ഷിക്കും. സബൂസ ബ്ലേഡ് എറിഞ്ഞപ്പോ തീർച്ചയായിട്ടും ഹക്കു വെറുതെ ഇരിക്കായിരുന്നെങ്കിൽ അപ്പൊ തന്നെ നറൂട്ടോടെ കഥ കഴിഞ്ഞേനെ. എന്തിനു വേണ്ടിയാണ് ഹക്കു ഇപ്രകാരം ചെയ്യുന്നതെന്ന് നമ്മുടെ പഠിപ്പി ആലോചിച്ച് തല പുകയ്ക്കുകയാണ്. നറൂട്ടോ ഉടനെ വേഗം വാ, എനിക്ക് നിന്നെ ഇടിച്ച് പഞ്ചറാക്കാൻ കൊതിയായിട്ട് പാടില്ല എന്ന് പറയുമ്പോ കാക്കാഷിക്കറിയാം ഹക്കുവിനെ നേരിടാനായിട്ട് നമ്മുടെ നറൂട്ടോ കുട്ടപ്പന് ആവില്ലാന്ന്. അതുകൊണ്ട് ഇത്തവണ താൻ തന്നെ കളത്തിലിറങ്ങാന്ന് കരുതി കാക്കാഷി കാലെടുത്ത് വെക്കുമ്പോ കറക്റ്റ് ആയിട്ട് നമ്മുടെ സബൂസ അത് തടയും. നീ ഇതിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ടാസുനയുടെ കഥ ഞാൻ കഴിക്കുമെന്ന് പറഞ്ഞ അവനെ ഭീഷണിപ്പെടുത്തും. ഞാൻ ഇപ്പൊ ഇവിടുന്ന് മാറിയാല് തീർച്ചയായിട്ടും സാക്കുറ മാത്രമേ ബാക്കിയുണ്ടാവൂ. അവളെ സിമ്പിളായിട്ട് നമ്മുടെ സബൂസ ഇടിച്ചു തോൽപ്പിച്ച് ടാസുനയുടെ കഥ അവൻ കഴിക്കും. നോക്കി നിൽക്കാനല്ലാതെ എനിക്ക് ഒന്നും ചെയ്യാനാവില്ല, ഞാൻ നിസ്സഹായനാണെന്ന് പറയുമ്പോ നറൂട്ടോയുടെ വിട്ടുകൊടുക്കാതെ ഹക്കുവിനെ ചീത്ത വിളിച്ച് നീ എന്നോട് ക്ഷമിക്കണം, നിഞ്ചകൾ അങ്ങനെയാണ്, ഒളിഞ്ഞിരുന്ന് ആക്രമിക്കുമെന്ന് പറഞ്ഞ് ഹക്കുവിനെ ആക്രമിക്കാൻ തയ്യാറെടുക്കുമ്പോ സാസുക ആവട്ടെ പുറകിൽ നിന്ന് ഒരു ബ്ലേഡ് എടുത്ത് ഒരൊറ്റേറി. നറൂട്ടോ കുട്ടപ്പന് തീർച്ചയായിട്ടും അവനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ള പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ടാണ് സാസുക അപ്രകാരം ചെയ്തത്. ഈ കാര്യം നേരത്തെ തിരിച്ചറിഞ്ഞ ഹക്കു ആവട്ടെ നൈസായിട്ട് അതിൽ നിന്ന് എസ്കേപ്പ് ആയിട്ട് കറക്റ്റ് ആയിട്ട് സാസുകയുടെ മുൻപിൽ വന്നിട്ട് മാസായിട്ട് നിൽക്കും. ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാനാണ് നിന്നെ ഞാൻ ആദ്യമേ ഒതുക്കിയത്. ഇത്രയൊക്കെ എന്റെ കയ്യിൽ നിന്ന് വാങ്ങി കിട്ടിയിട്ടും നീ ഒതുങ്ങാറായില്ലല്ലേ, എന്നാ ആദ്യം നിന്നെ ഒതുക്കാന്ന് പറയുമ്പോ
പണി പാളിന്ന് മനസ്സിലാക്കിയ പാവം നമ്മുടെ സാസുക ഇപ്പോ ഷോക്കായിട്ട് അവനെ നോക്കി നിൽക്കും. സാസുകയുടെ കഥ കഴിക്കാനായിട്ട് തയ്യാറെടുക്കുമ്പോ നറൂട്ടോ വീണ്ടും ഇടയിൽ കയറി വന്ന്, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ആദ്യം ഇവരുടെയൊക്കെ നേതാവും ഹീറോയുമായ എന്നെ നീ തല്ലി തോപ്പിക്ക്. മുത്തുമണി തൽക്കാലം അവിടെ നിൽക്ക്, ഞാൻ ആദ്യം ഇവന്റെ കഥ കഴിച്ച് നിന്നെ ഞാൻ സാവധാനം തട്ടാന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ ഒരു ഗ്ലാസ്സിലേക്ക് തന്നെ ഹക്കു കടന്നു ചെല്ലും. ഹക്കു പതുക്കെ പതുക്കെ ഓരോ ഗ്ലാസ്സിലായിട്ട് മാറി മാറി കയറി പിന്നീട് അതീവ സ്പീഡില് വട്ടം കറങ്ങി കറങ്ങി സാസുകയെ കൺഫ്യൂഷൻ അടുപ്പിച്ച് അവന്റെ നീഡിലുകള് പാവം നമ്മുടെ സാസുകയ്ക്ക് നേരെ അറഞ്ച പൊറഞ്ചു എറിയും. ഓരോ കുത്തുകൊള്ളുമ്പോഴും പ്രാണം പോകുന്ന വേദനയില് പാവം സാസുക കരയുമ്പോ ബാക്കിയുള്ളവർക്ക് അത് നോക്കി നിൽക്കാൻ മാത്രമേ സാധിക്കൂ. ഇതേത് തരത്തിലുള്ള നിഞ്ച ടെക്നിക് ആണെന്ന് പോലും അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഒന്നെങ്കിൽ അവരൊക്കെ സ്പീഡില് വട്ടം കറങ്ങി അവനെ അറ്റാക്ക് ചെയ്യണം, അല്ലെങ്കിൽ ക്ലോഡ് ജിപ്സ് യൂസ് ചെയ്ത് അവനെ അറ്റാക്ക് ചെയ്യണം. ഇതിലേതെങ്കിലും ഒന്ന് പ്രയോഗിച്ചിട്ടില്ലെങ്കിൽ പാവം നമ്മുടെ സാസുകയുടെ കാര്യം കഷ്ടത്തിലാവും. പക്ഷെ എങ്ങനെ എവിടെ തുടങ്ങണമെന്ന് പോലും അറിയാതെ നമ്മുടെ സാസുക നിൽക്കുമ്പോ കാക്കാഷി ആവട്ടെ ഹക്കുയെ തടയണമെങ്കിൽ ഉള്ളിൽ നിന്നും അതുപോലെ തന്നെ പുറത്തു നിന്നും ഒരുപോലെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കണം. എങ്കിൽ മാത്രമേ അത് സാധ്യമാവുള്ളൂ എന്ന് ചിന്തിക്കുന്ന അതേ സമയത്ത് ഉള്ളിലിരുന്ന് നമ്മുടെ സാസുകയും സെയിം കാര്യം പ്ലാൻ ഇടും. എങ്ങനെയെങ്കിലും ഈ കാര്യം പുറത്തുള്ളവരെ അറിയിക്കണം എന്ന് പറഞ്ഞ് സാസുക പുറത്തേക്ക് തലയിടാൻ നോക്കുന്ന ഗ്യാപ്പില് എടാ എടാ എന്ന് പറഞ്ഞ് നമ്മുടെ കുട്ടപ്പൻ നറൂട്ടോ ഇളിച്ചോണ്ട് അകത്തേക്ക് ചാടി വരിക. ഒച്ച വെക്കല്ലേ സൈത്താനെ, ഒച്ച വെച്ച് നീ ഹക്കുവിന്റെ കയ്യിൽ നിന്ന് എനിക്ക് പണി മേടിച്ചു തരുമോ? നിന്നോട് ആരാ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറഞ്ഞത്? നിനക്ക് പുറത്തെങ്ങാനും നിന്നാ പോരായിരുന്നു എന്ന് ചോദിക്കുമ്പോ ഞാനല്ലാതെ വേറെ ആരാ നിന്റെ അടുത്തേക്ക് വരണ്ടേന്ന് നറൂട്ടോ കുട്ടപ്പൻ അവന്റെ അടുത്ത് തിരികെ ചോദിക്കും. ഈ ബുദ്ധിയില്ലാത്ത മണ്ടനെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന ആലോചിക്കുമ്പോ പുറത്തുള്ള ആൾക്കാർക്ക് അതിലും കൂടുതൽ ടെൻഷൻ ആവും. പുലിയുടെ വാലെ പിടിച്ചു വലിക്കാന്ന് കേട്ടിട്ടുണ്ട്. ഇത് പുലിയുടെ വായി കൊണ്ട് തല വെച്ച് കൊടുക്കുന്ന ടീമാണല്ലോ എന്ന് ബാക്കിയുള്ളവർ ചിന്തിക്കുമ്പോ സാസുക ആവട്ടെ വീണ്ടും വീണ്ടും നറൂട്ടോയെ വഴക്കു പറഞ്ഞുകൊണ്ടേയിരിക്കും. നോ, ഞാൻ നിന്നെ രക്ഷിക്കാൻ വന്നാണ്, അതെന്താ നീ മനസ്സിലാക്കാത്തതെന്ന് ചോദിക്കുമ്പോ ഞാൻ കിഴങ്ങൻ ചെറുക്ക, നിനക്കെന്നെ ഇതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് രക്ഷപ്പെടുത്താൻ സാധിക്കില്ല. പുറത്തു നിന്നും അകത്തു നിന്നും ഒരുപോലെ അറ്റാക്ക് ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ ഇവന്റെ അടുത്ത് പറഞ്ഞാല് തീർച്ചയായിട്ടും ഹക്കു അത് മനസ്സിലാക്കും. ഇനി ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഫയർ സ്റ്റൈൽ യൂസ് ചെയ്യാന്ന് പറഞ്ഞ് അവൻ ഫയർ ഉപയോഗിച്ച് ആ ഒരു മിറേഴ്സ് എല്ലാം കത്തി നശിപ്പിക്കാൻ ശ്രമിക്കുമെങ്കിലും പക്ഷെ ഐസ് ഗ്ലാസിന് ഒരു പോറില് പോലും ഏൽക്കില്ല. ആഹാ, അടിപൊളിയായിട്ട് ചെയ്തു. പക്ഷെ നിന്റെ ഈ പവർ കൊണ്ടൊന്നും ഇത് തകർക്കാനാവില്ല. നീ ഇപ്പൊ പ്രയോഗിച്ചതിലും ഇരട്ടി പവർ ഉണ്ടെങ്കിൽ മാത്രമേ എന്റെ ഗ്ലാസ്സിൽ ഒരു പോറില് പോലും വരുത്താൻ നിന്നെ കൊണ്ട് സാധിക്കുള്ളൂ എന്ന് ഹക്കു പറയും. വേദനിപ്പിച്ച് രക്തം ചിന്തിപ്പിച്ച് താഴെയിടും. കലിപ്പഴകി നറൂട്ടോ പറയും, തീർച്ചയായിട്ടും ഇതും എന്തോ ഒരു നിഞ്ച ടെക്നിക്കാണ്. അത് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഈ ഹക്കുവിന്റെ 32 പല്ലും ഞാൻ അടിച്ചിളക്കുമെന്ന് പറഞ്ഞ് തെക്ക് വടക്ക് നോക്കുമ്പോ അതിന് ഹക്കു പറയും, അതിന് നീ നിന്റെ കണ്ണുകൊണ്ട് നോക്കിയിട്ട് കാര്യമില്ല. ഈ മാസ്ക് ഇട്ട പ്രയോഗം കണ്ടുപിടിക്കാൻ അത്ര എളുപ്പമല്ല എന്ന് പറയുമ്പോ നറൂട്ടോമല്ലേ അവന്റെ കൈ പുറകോട്ട് പിടിച്ച് നിനക്ക് മാത്രമല്ല എനിക്കും ജിപ്സ് യൂസ് ചെയ്യാൻ അറിയാന്ന് പറഞ്ഞ് അവന്റെ ക്ലൗൺ ജിപ്സ് പുറത്തെടുത്ത് ഒരുപാട് ക്ലൗൺസിനെ ഉണ്ടാക്കിയിട്ട് അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോ സസൂക ആവട്ടെ അത് തടയാൻ ശ്രമിക്കും. കാരണം ഇത്തരത്തില് കുറെ ക്ലൗൺസ് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹക്കുവിനെ കണ്ടെത്താൻ പറ്റും എന്നൊരു വിശ്വാസം നറൂട്ടോയ്ക്ക് ഉണ്ടായിരുന്നു. ഹക്കുവിന് നറൂട്ടോയെ കഴിഞ്ഞും 10 മടങ്ങ് ശക്തി ഉള്ളതുകൊണ്ട് തന്നെ നല്ല സ്പീഡില് പടപടാന്ന് അവന്റെ എല്ലാ ക്ലൗൺസിനെയും നീഡിൽ ഉപയോഗിച്ചുകൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ച് താഴെയിടും. എന്താ മോനെ, പ്ലാനൊക്കെ ചീറ്റിപ്പോയോ? ഇപ്പൊ ഞാൻ ഉപയോഗിച്ചതാണ് ടെലിപോർട്ടിംഗ് ജിപ്സോ. ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ക്ലൗൺ ഏതാ റിയൽ ഏതാന്ന് മനസ്സിലാക്കി കറക്റ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഹക്കു ആവട്ടെ അവന്റെ അടുത്ത് പറയും. ഇത് കേട്ട് നമ്മുടെ കാക്കാഷിയുടെ കണ്ണ് രണ്ടായിട്ട് തള്ളും. കാരണം ഈ ഒരു ജിപ്സുവിന്റെ യഥാർത്ഥ പേര് കക്കൈ ഗക്കൈ എന്നാണ്. നമ്മുടെ കാക്കാഷിയുടെ കയ്യില് ഷെരീങ്ങൻ ടെക്നിക് ഉള്ളതുപോലെ തന്നെ ഓരോരുത്തർക്കും ചില ഡിഫറെന്റ് ടെക്നിക്സ് അവരുടെ കയ്യിലുണ്ടാവും. അതുപോലെ ഹക്കുവിന് മാത്രം സ്പെഷ്യലായി കിട്ടിയ ഒരു ജിപ്സു ആണ് ഈ പറഞ്ഞത്. ഷെരീങ്ങൻ ടെക്നിക് കൊണ്ട് പോലും അതിനെ കോപ്പി അടിക്കാനായിട്ട് സാധിക്കില്ല. എല്ലാം പോയി, ഇനി ഒന്നും ചെയ്യാനില്ല, മരിക്കല്ലാതെ വേറെ നിവൃത്തിയല്ല എന്ന് കാക്കാഷി പറയുമ്പോ നമ്മുടെ നറൂട്ടോ കുട്ടപ്പനാവട്ടെ, മരിക്കാനോ? ഞാൻ റെഡിയല്ല. എനിക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ട്. ഈ ഒരു അളുക്ക സാധനത്തിന് മുമ്പിൽ തോറ്റുകൊടുക്കാൻ ഞാൻ തയ്യാറാവില്ല. ഗ്രാമത്തിന് തന്നെ ഒരു അഭിമാനമായിട്ട് ഒരു ഹൊക്കാഗെയായി തീരണമെന്നാണ് എന്റെ ആഗ്രഹം എന്ന് പറയുമ്പോ ഹക്കുവിന് പെട്ടെന്ന് അവന്റെ ഫ്ലാഷ് ബാക്ക് ഓർമ്മ വരും. ഒറ്റപ്പെട്ട് കഷ്ടപ്പെട്ട് അലഞ്ഞു തിരിഞ്ഞ് നടന്നപ്പോ എന്നെ എടുത്തുകൊണ്ടുപോയി വളർത്തിയത് സബൂസയാണ്. നിഞ്ച ആവുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരുപാട് കഷ്ടപ്പാടുണ്ട്. എന്നെ കൊല്ലാനായിട്ട് നിങ്ങൾ ശ്രമിക്കരുത്, നിങ്ങളെ കൊല്ലാനായിട്ട് ഞാൻ ശ്രമിക്കില്ല. ഇനി അതല്ല മറിച്ച് നിങ്ങൾക്ക് എന്നെ കൊല്ലണമെന്നാണെങ്കിൽ മനസ്സ് കല്ലാക്കി ആദ്യം ഞാൻ നിങ്ങളെ തീർക്കുമെന്ന് ഹക്കു പറയും. ഈ ബ്രിഡ്ജ് കാരണമാണ് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടായത്.
എന്റെ മാസ്റ്ററിന്റെ ആഗ്രഹം ഈ ബ്രിഡ്ജിന്റെ പണി മുൻപോട്ട് പോകാൻ പാടില്ല എന്നാണ്. അത് സാക്ഷാത്കരിക്കാൻ നിങ്ങളെ കൊല്ലാനും ഞാൻ ഒരുക്കാണെന്ന് പറഞ്ഞ് നീഡിലെടുത്ത് ഹക്കു കുതിച്ചു ചാടുമ്പോ ഒരു സെക്കൻഡ് എല്ലാരും ഷോക്കായിട്ട് നിൽക്കുമ്പോ നറൂട്ടോ മാത്രം പുഞ്ചിരിച്ചുകൊണ്ടിരിക്കും. ഇവര് 3 പേരില് ആരുടെ കാറ്റാണ് പോകാൻ പോകുന്നത് എന്നൊരു വലിയ സസ്പെൻസോട് കൂടെ ഈ ഒരു എപ്പിസോഡും ഇവിടെ അവസാനിക്കുന്നു. സോ ഗായ്സ്, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എപ്പിസോഡ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത എപ്പിസോഡായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.